ലക്ഷ്മി. ചേട്ടാ, നിങ്ങള് സംസാരിച്ചോ? ഞാൻ ആരെന്ന് മനസ്സിലായോ ചേട്ടാ? എനിക്കറിയാടി, നീ ആരാണെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എടി ലക്ഷ്മി, നമുക്ക് ഈ നാട് വിട്ട് വേറെ ഏതെങ്കിലും നാട്ടിലോട്ട് പോവാം. വേറെ നാട്ടിലേക്കോ? ഇതിപ്പോ എന്തിനാ വേറെ നാട്ടിലേക്ക് പോകുന്നത്? ഇത്രയും നല്ല നാട് നമ്മൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? എടി, നമുക്ക് ഈ നാട് വേണ്ട, നമുക്ക് വേറെ ഏതേലും നാട്ടിലോട്ട് പോവാം. ആ കാടില്ലേ നമ്മൾ പോയെ, ആ കാട്ടിലെ വലിയൊരു മന്ത്രവാദിനിയുണ്ട്. ആ മന്ത്രവാദിനി എങ്ങാനും ഈ നാട്ടിലോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ, ഈ നാട് തന്നെ നശിച്ചു പോകും. വാ ലക്ഷ്മി, നമുക്ക് മോളെയും കൊണ്ട് എങ്ങോട്ടേലും പോവാം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ പോലെ കാർട്ടൂണും കുറെ സിനിമയൊക്കെ കണ്ടിട്ടാ ഇങ്ങനെയൊക്കെ. അല്ലേലും ഈ കാലത്തൊക്കെ മന്ത്രവാദിനി ഉണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? നിങ്ങളല്ലാണ്ട്. അതൊക്കെ പണ്ടത്തെ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ ആരുണ്ട് അങ്ങനെ മന്ത്രവാദിനിയൊക്കെ ആയിട്ട്? ഓരോന്ന് പറഞ്ഞു മനുഷ്യനെ കുഴപ്പിക്കാനായിട്ട്. ഇത് കുറെ കാർട്ടൂണും സിനിമയൊക്കെ കണ്ടിട്ട് ഒന്ന് പേടിച്ചു പോയതായിരിക്കും. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? മന്ത്രവാദിനി ഉണ്ട് പോലും, മന്ത്രവാദിനി. ദോശ ചുട്ട് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്നെടുത്ത് കഴിച്ചോ. ഞാൻ പോകുന്നു, ആളെ മാറ്റി കഷ്ടപ്പെടുത്തിയത് വെറുതെ. അയ്യോ, ആ മന്ത്രവാദിനി പറയുന്ന മന്ത്രങ്ങളൊക്കെ എൻ്റെ കാതിലോട്ട് കേൾക്കുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞത് ആര് വിശ്വസിക്കാനാ? ലക്ഷ്മി, നമുക്ക് അപ്പുറത്തെങ്ങാനും അവളുണ്ടോന്ന് പോയിട്ട് നോക്കിയിട്ട് വരാം. വാ. എടാ മോനെ, നീ ശിവമോളെ കണ്ടോ? ഇല്ല അമ്മേ, ഞാൻ കണ്ടില്ല. ആ പിന്നില്ലേ അമ്മേ, നമ്മുടെ അവിടെ കാടില്ലേ, അവിടില്ലേ ഒരു മന്ത്രവാദിനി ഉണ്ടത്തെ. നിന്നോടാരാ ഈ നുണയൊക്കെ പറയുന്നത്? അമ്മേ, നുണയല്ല അമ്മേ, ശരിക്കും പറഞ്ഞതാ. നമുക്ക് ഇന്നാളൊരു ദിവസം നല്ല ഒരു ഡിഫറെൻ്റ് ആയിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മാമ്പഴം തന്നില്ലേ അവിടുത്തെ ഒരു ചേച്ചി, ലക്ഷ്മി ചേച്ചി. ആ ചേച്ചിയുടെ ഹസ്ബൻഡില്ലേ കുമാരേട്ടനെ അത് കണ്ട് പേടിച്ചതാണത്രേ. എടാ, നീ എന്താ കുഞ്ഞുകുട്ടിയാണോ? +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഇവിടെ ഇരിക്കുന്നു. അവൻ ഇപ്പോഴും മന്ത്രവാദിയെ വിശ്വസിക്കുന്നു. നീ എന്താടാ കൊച്ചുകുട്ടി വല്ലതും ആണോ? കുറേ കാർട്ടൂണും സിനിമയൊക്കെ കണ്ടിട്ട് ബുദ്ധി തന്നെ ഇല്ലാണ്ടായി എന്നാ തോന്നുന്നത്. ഇങ്ങനെയൊന്നും പറയാതെ ശിവമോക്ക് ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ച് അവളെവിടെ ഉണ്ടെന്ന്. നിങ്ങളെ ഇപ്പൊ വിശ്വസിക്കില്ല, പിന്നീട് വിശ്വസിക്കൂ. ഹലോ ശിവ, നീ ഇതെവിടെയാ ഉള്ളത്? പെട്ടെന്ന് വീട്ടിലേക്ക് വന്നേ. അമ്മ കുറേ സമയമായി നിന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട്. പെട്ടെന്ന് വാ. ചേട്ടാ, ഞാനേ കാട്ടിലുള്ളത്. എന്ത്? നമ്മുടെ ആ വീടിനടുത്തുള്ള ആ കാട്ടിലോ? ഇനി ഒരു നിമിഷം പോലും അവിടെ നിൽക്കരുത്. പെട്ടെന്ന് വന്നേ, പെട്ടെന്ന് വാ. ശരി ചേട്ടാ, ഞങ്ങളിപ്പോ വരാവേ. ശരി ചേട്ടാ, ഞാനിപ്പോ വെക്കുന്നേ. എടി പൈങ്കിളി, എന്റെ ചേട്ടനാ വിളിച്ചത്. ചേട്ടനെ ഭയങ്കര ദേഷ്യത്തിലുള്ളത് നമ്മൾ ഈ കാട്ടിലോട്ട് വന്നതുകൊണ്ട്. വാ, നമുക്ക് വീട്ടിലോട്ട് പോവാം. വാ. ഇല്ല, ഞാൻ പാത്തൂല്ലാണ്ട് വരില്ല. നമ്മൾ ഒരുമിച്ച് വന്നതല്ലേ, അപ്പൊ നമ്മൾ ഒരുമിച്ച് പോവണ്ടേ? എടി, അവള് ചിലപ്പോ പോയിട്ടുണ്ടാവും. ഇല്ല, അവളെ ഒറ്റയ്ക്ക് പോവത്തില്ല, നമ്മളെ കൂട്ടാണ്ട് പോവത്തില്ലായിരുന്നു. നമുക്ക് ഇപ്പൊ വീട്ടിലോട്ട് പോവാം. അവളില്ലെങ്കിലേ തിരിച്ചു വന്ന് അവളെ അന്വേഷിക്കാം. ഇപ്പൊ പോവാം പൈങ്കിളി, അല്ലെങ്കിൽ എന്റെ ചേട്ടൻ എന്നല്ലേ അടിക്കും. നീ ഇങ്ങനെ കാര്യാതെ, അവളെ നമ്മളെക്കാളും മുമ്പേ വീട്ടിലെത്തിയിട്ടുണ്ടാവും. അപ്പൊ അവൾ പോയിട്ടുണ്ടാവോ വീട്ടിലേക്ക്? അതല്ലേ ഞാൻ നിന്നോട് പറഞ്ഞത്, അവൾ എപ്പോഴേ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവും. വാ, നമുക്ക് പോവാം. ശിവേ, വാ, നമുക്ക് പാത്തുവിന്റെ വീട്ടിലോട്ട് പോയിട്ട് അവൾ വീട്ടിലുണ്ടോന്ന് നോക്കിയിട്ട് വരാം. വാ. വേണ്ട പൈങ്കിളി, നീ മാത്രം പോയിട്ട് നോക്കി വന്നാൽ മതി. ഞാനേ എന്റെ വീട്ടിലോട്ട് പോയിക്കോട്ടെ. അവളെന്തായാലും അവിടെ വീട്ടിലുണ്ടാവും. എൻ്റെ ഏട്ടനെ ഞാൻ വൈകി വന്നാൽ എന്തായാലും എനിക്ക് അടി കിട്ടും. എനിക്ക് നല്ല പേടിയുണ്ട്. എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലപോലെ അടി കിട്ടുമായിരിക്കും. പ്ലീസ് ശിവേ, എന്തായാലും ഇവിടം വരെ എത്തിയതല്ലേ, നമുക്കൊന്ന് ജസ്റ്റ് അവളെ വീട്ടിലോട്ട് പോയിട്ട് അവളുണ്ടോന്ന് നോക്കി വന്നാൽ മതി. പ്ലീസ് ശിവ. ശരി, അപ്പോൾ നടക്ക്. മിന്നുമോളെ, ഇവിടെ പാത്തുണ്ടോ? മിന്നുമോളെ, നിന്റെ ഇത്തത്തുണ്ടോ ഇവിടെ? ഇല്ല ചേച്ചി, ഇത്തത്തെ കളിക്കാൻ പോയിക്ക്. അതെയോ? ശരി മോളെ, ഇത്തത്തെ വന്നാൽ പറയണേ ചേച്ചിമാര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരി ചേച്ചി. അയ്യോ പൈങ്കിളി, ഇനി നമ്മൾ എന്ത് ചെയ്യും? എടി ശിവേ, നമുക്ക് നിന്റെ ചേട്ടനോട് പറയാം. ചേട്ടൻ എന്ത് ചെയ്യുന്നു? പോകുംവഴി കാണാതിരിക്കും. ചേട്ടനെ ചിലപ്പോഴേ ഫ്രണ്ട്സിനെയും കൊണ്ട് കാട്ടിലോട്ട് പോയിട്ട് പാത്തൂരെ കണ്ടുപിടിച്ചോണ്ട് വരും. അയ്യോ, ചേട്ടന് നമ്മൾ വഴക്ക് പറയുമല്ലോ. എന്തായാലും വേണ്ടില്ല, നമുക്ക്
നമുക്കിപ്പോഴേ പാത്തൂനെ കണ്ടുപിടിച്ചാൽ മതി. വാ നമുക്ക് ചേട്ടന്റെ അടുക്കൽ പോയിട്ട് വരാം. ചേട്ടാ ആ ശിവേ, നീ വന്നോ? എടി, ഇനി മുതലില്ലേ ആ കാട്ടിലോട്ടൊന്നും പോകണ്ട കേട്ടോ. ഇത് തന്നെയായിരിക്കണം ആദ്യമായിട്ടും അവസാനമായിട്ടും, കേട്ടല്ലോ? ആ ശരി ചേട്ടാ. പിന്നില്ല ചേട്ടാ, ഇവൾക്ക് ചേട്ടനോട് എന്തോ ചോദിക്കാനുണ്ടത്രേ. എടി പൈങ്കിളി, നീ ചോദിക്കേ. എടി ഞാൻ ചോദിക്കില്ല, നീ തന്നെ ചോദിക്കേ. എടി നീ ചോദിക്കേ. നീ എന്തായാലും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഏട്ടനോട് പറയുമല്ലോ, അപ്പൊ ചേട്ടന് സമ്മതിക്കും. ഈസ്റ്റി, നിന്റെ ചേട്ടനുണ്ട്, നീ തന്നെ ചോദിച്ചോക്ക്. പിന്നില്ല ചേട്ടാ, ആ കാട്ടിലില്ലേ ഞങ്ങളുടെ ഫ്രണ്ട് പാത്തു. ശിവേ, നിന്നോട് എത്ര പ്രാവശ്യം പറയണം, ഇനി ആ കാടിനെ പറ്റി ഒരക്ഷരം സംസാരിക്കരുത്. ആ കാട്ടിലോട്ട് ഇനി പോവുകയും ചെയ്യരുത്. എടി, നാളെ നിനക്ക് എക്സാം ഒക്കെ ഇല്ലേ? പോയിരുന്ന് പഠിച്ച്. ഇനി മേലാൽ എന്നോട് ആ കാടിനെ പറ്റി സംസാരിച്ച് വരരുത്. ചേട്ടാ അത് പിന്നെ ഒരു പിന്നെയും ഇല്ല. അകത്തോട്ട് പോയേ. അകത്തോട്ട് പോയിട്ടേ നാളത്തെ എക്സാമിനുള്ളത് പഠിച്ചേ പോ. എടി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. പൈങ്കിളി, നമുക്ക് ആ കാട്ടിലോട്ട് പോയാലോ? അതിന് നിന്റെ ചേട്ടൻ സമ്മതിക്കോ? എന്തായാലും നമുക്ക് പാത്തുവിനെ കണ്ടുപിടിക്കണ്ടേ. വാ നമുക്ക് കാട്ടിലോട്ട് പോവാം. അല്ല, ചേട്ടന് വഴക്കും അറിയില്ലേ? വാ, ചേട്ടന് വരുന്നതിന് മുമ്പ് നമുക്ക് പോകാം. വേമ്പ. ഏയ്, നിങ്ങൾ എങ്ങോട്ടായി ഓടുന്നേ? അത് പിന്നെ ചേട്ടാ, എന്റെ ഫ്രണ്ട് പൈങ്കിളിയുടെ വീട്ടിലേക്ക്. കള്ളം പറയുന്നു. ഈ നിൽക്കുന്നതല്ലേ പൈങ്കിളി, പിന്നെന്തിനാ അവളുടെ വീട്ടിലേക്ക് പോകുന്നേ? അത് പിന്നെ ചേട്ടാ, ഞങ്ങളുടെ ഫ്രണ്ട് പാത്തു. ഹലോ, ആ പറയടാ. ആ വീഡിയോ അല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. പൈങ്കിളി, വേഗം വാ, നമുക്ക് പോവാം.